1-2 മിനിറ്റുള്ളിൽ തന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സവാള ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ സെർവ് ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 2 സവാള എടുക്കുന്നുണ്ട്. സവാള എന്നിട്ട് ഈ കാണുന്നത് പോലെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. സവാളയുടെ എണ്ണ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഒരു ചോപ്പറിലിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായി ഇതിന് വേണ്ട പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കാം. അതിനായി ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതിന് പുറത്തായിട്ട് നമ്മൾ ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം അതിന് പുറത്തായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു കട്ടിംഗ് ബോളിൽ വെച്ചിട്ട് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ നന്നായിട്ടൊന്നായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. സവാള നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇഷ്ടമില്ലാത്തവരെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ചേർത്ത് കൊടുത്താലും മതിയാകും. ശേഷം അതിന് പുറത്തായിട്ട് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ അതിന് പുറത്തായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നതിനെ കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരല്പമായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്നത് കുഴച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അടുത്തതായി ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ പാമായിലോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, സൺഫ്ലവർ ആണെങ്കിൽ അത് ഇഷ്ടമുള്ളത് എടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലേക്കായി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ബൗളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ടും ഇതിനെ പരത്തി കൊടുക്കാം. വലുതായിട്ടാണെങ്കിൽ നന്നായിട്ട് പരത്തുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. 1-2 മിനിറ്റിന് ശേഷം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് അതൊന്ന് വേർപെടുത്തി കൊടുക്കാം. ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഈ കാണുന്നത് പോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇത് വേവിക്കുന്ന സമയമാകെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോവിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ മറു സൈഡ് അധിക നേരം ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിരിക്കേണ്ട. പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് വാർത്തെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒനിയൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാം. അമ്മമാർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന റെസിപ്പിയാണ്. സവാള മാത്രം മതി. കണ്ടല്ലോ എന്തോരം എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. സോ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു.